വെൽക്കം ബാക്ക് ടു ലേണിംഗ് നോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, അതായത് വരാൻ പോകുന്ന, അതായത് എപ്പോഴാണ് വരാൻ പോകുന്നത്, നമുക്ക് സെപ്റ്റംബർ 13 വരാൻ പോകുന്ന എക്സാം അല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള മൊഡ്യൂൾ 5 കുറച്ച് ടോപ്പിക്സ്, അതായത് MCQ സെക്ഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൊഡ്യൂൾ 5 വരുന്ന കണ്ടന്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററീസ് ആൻഡ് സോളാർ സെൽസ് എന്നൊക്കെയാണ് വരുന്നത്. അതായത് എന്തൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഒരു ഇതുണ്ടാവും, ഒരു പ്രോബ്ലം വരുമ്പോൾ അല്ലെ, ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ബാറ്ററീസ് എടുക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാറ്ററീസും അതുപോലെ സെൽസ് കണക്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാറ്ററീസ് നോക്കണം. അതുപോലെ അത് സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്, പാരലായി കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ എന്താണ് സോളാർ സെൽ അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. സോളാർ സെല്ലിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണ്, എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട്, അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതെന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ. Question number 1. Which of the following are the aim of first aid? താഴെ തന്നിട്ടുള്ളതിൽ ഒരു ഫസ്റ്റ് എയ്ഡിൻ്റെ മെയിൻ എയിം എന്തൊക്കെയാണെന്നാണ്. ഓപ്ഷൻ എ പ്രിസർവ് ലൈഫ് ആൻഡ് ലിംസ്, ഓപ്ഷൻ ബി ടു ലിമിറ്റ് ഫർദർ ഇഞ്ചുറീസ്, ഓപ്ഷൻ സി ടു പ്രൊമോട്ട് റിക്കവറി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ എന്താണ് ഒരു ഫസ്റ്റ് എയ്ഡ് കൊണ്ട് എയിം ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് ആണെങ്കിൽ എന്താണ്, ഫസ്റ്റ് എയ്ഡ് ലിമിറ്റഡ് ടു ദ എസൻസ് റെറ്റൻഡഡ് അറ്റ് ദ ടൈം ഓഫ് എമർജൻസി വിത്ത് മെറ്റീരിയൽ ദേ മേ ബി അവൈലബിൾ ആണ് എന്താ ഈ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അതായത് ഫസ്റ്റ് എയ്ഡ് ഈസ് എന്താണ് ലിമിറ്റഡ് ടു ദ അസിസ്റ്റൻസ് റിറ്റൻഡഡ് അറ്റ് എ ടൈം ഓഫ് എമർജൻസി സിറ്റുവേഷനിൽ വിത്ത് മെറ്റീരിയൽസ് ദാറ്റ് മേ ബി അവൈലബിൾ. അപ്പോൾ സാധാരണ എന്താണ്, നമുക്ക് ഹാം ആകുന്നത് ഒന്നും അതിനകത്ത് വേണ്ട. ഫസ്റ്റ് ഡു നോട്ട് ഹാം, ആ ഒരു കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അല്ലേ. ഫസ്റ്റ് എയ്ഡ് കൊടുക്കാത്ത രീതിയിൽ, ആ ഒരു രീതിയിലേക്കാണ് വരുന്നത്. നമുക്ക് ഹാം ആവുന്നതൊന്നും നമ്മൾ എന്താണ് ചെയ്യരുത്. അതായത് നമ്മൾ ഏതൊരു വർക്ക് എടുക്കുമ്പോഴും അതായത് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുക. അതായത് പേഴ്സണൽ മാസ്ക് യൂസ് ചെയ്യുക, ലാറ്റക്സ് ഗ്ലൗസ് യൂസ് ചെയ്യുക, അതുപോലെ ഐ പ്രൊട്ടക്ഷൻ, എപ്രോൺ ഗൗണൊക്കെ നമുക്ക് ആവശ്യമെങ്കിൽ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഏതൊരു ഇലക്ട്രിക്കൽ വർക്ക്സിന് ഇറങ്ങുമ്പോഴും പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താണ് ഫസ്റ്റ് എയ്ഡ് എയിം ചെയ്യുന്നത്, പ്രിസർവ് ലൈഫ് ആൻഡ് ലിംസ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ ടു ലിമിറ്റ് ഫർദർ ഇഞ്ചുറീസ് വരാതെ നോക്കണം. അതുപോലെ ടു പ്രൊമോട്ട് റിക്കവറി, അത് റിക്കവറി ചെയ്യാനുള്ള പ്രൊമോഷൻ നമ്മൾ കൊടുക്കണം. അപ്പോൾ എല്ലാം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്, ആൾ ഓഫ് ദി എബോവ് ആണ് വരുന്നത്. Question number 2. If a person has been victimized by an electrical shock, first we should. എന്താണ് തന്നിട്ടുള്ളത്, ഒരു പേഴ്സൺ ഇലക്ട്രിക്കൽ ഷോക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്നാണ് അല്ലേ. ഓപ്ഷൻ എ പുട്ട് ദ മെയിൻ സ്വിച്ച് ഓഫ് ആൻഡ് റിലീസ് ദ വിക്ടിം ഫ്രം ദ ഇലക്ട്രിക് കോണ്ടാക്ട്. ഓപ്ഷൻ ബി put the victim to release him or her from the electric contact while keeping ourselves isolated from the earth. Option C, remove the plug top of the equipment supply cord while avoiding electric contact with the victim. Option D, follow any one of the methods stated above. അപ്പോൾ ഏതെങ്കിലും ചെയ്യാൻ. അപ്പോൾ എന്താണ്, നമ്മളൊരു പേഴ്സണൽ ഹാസ് ബീൻ വിക്ടിമൈസ്ഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ ഷോക്കുമായിട്ട് അത് വിക്ടിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഹി ഷുഡ് നോട്ട് ബി ടച്ച് ഡയറക്ട്ലി വിത്തൗട്ട് റിമൂവിങ് ദ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഹി ഷുഡ് നോട്ട് ടച്ച്, ഡയറക്റ്റ് ആയിട്ട് ടച്ച് ചെയ്യരുത് അല്ലേ, ടച്ച് വിത്തൗട്ട് റിമൂവിങ് ദ സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്നാണ് പറയുന്നത്. സോ സിൻസ് ദ ഹ്യൂമൻ ബോഡി ഈസ് ദ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ, ഓൾസോ ദ എർത്ത് കണക്ഷൻ മസ്റ്റ് ബി ഐസൊലേറ്റഡ് സിൻസ് ഫോർ ഫ്ലോയിങ് ഓഫ് കറന്റ് അലോങ് വിത്ത് കറന്റ് ക്യാരിങ് വയർ എർത്ത് കണക്ഷൻ ഈസ് മസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഈ താഴെ തന്നിട്ടുള്ള, അതായത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് വിക്ടിമിനെ റിലീസ് ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യിക്കാം, വിക്ടിമിനെ എന്ത് ചെയ്യാം, ഹിം ഓർ ഹെർ ഫ്രം ഇലക്ട്രിക്കൽ കോൺടാക്റ്റിൽ തന്നെ നമുക്ക് അവനെ റിലീസ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്ലഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, നമുക്ക് ഇലക്ട്രിക് ഷോക്ക് കിട്ടുന്ന പ്ലഗ് അല്ലേ, ഏതെങ്കിലും എക്യുപ്മെൻറ്റ് സപ്ലൈ കോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും എന്ത് ചെയ്യാം, നമുക്ക് ആ വിക്ടിമിനെ റിമൂവ് ചെയ്യിക്കാം. അപ്പോൾ ഏതെങ്കിലും, അതായത് ഫോളോ എനി വൺ ഓഫ് ദ മെത്തേഡ് സ്റ്റേറ്റഡ് എബോവ് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. Question number 3. Battery cells are connected in series to. അതായത് ഒരു ബാറ്ററി സെൽസ് നമ്മൾ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ നമുക്കറിയാം ബാറ്ററി സീരീസ് ആയി കണക്ട് ചെയ്യുന്നുണ്ട്, പാരലലായി കണക്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഒരു ബാറ്ററി സെല്ലിനെ നമ്മൾ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ എന്താണ്, ഇൻക്രീസ് ദ കറണ്ട് കപ്പാസിറ്റി കൂട്ടാം. അതുപോലെ ഓപ്ഷൻ ബി ഇൻക്രീസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണോ, ഓപ്ഷൻ സി ഡിക്രീസ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ്, ഓപ്ഷൻ ഡി ഡിക്രീസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. എന്താണ് അവിടെ നടക്കുന്നത്, ഇൻക്രീസ് ദ എന്താണ്
സംഭവിക്കുക നമ്മൾ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ? ഇൻക്രീസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. അതായത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ വോൾട്ടേജ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. വോൾട്ടേജ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കറണ്ട് എന്ത് ചെയ്യും? സെയിം ആയിരിക്കും. കറണ്ട് ഒരേപോലെ ആയിരിക്കും. അതായത് പാരലൽ ആയി ഇങ്ങനെ കണക്ട് ചെയ്യുന്നെങ്കിൽ എന്താണ്? വോൾട്ടേജ് സെയിം ആയിരിക്കും. വോൾട്ടേജിന് സെയിം തന്നെയാണ്. കറണ്ട് എന്ത് ചെയ്യും? കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഓർത്ത് വെക്കുക ഈ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ബാറ്ററി സെൽസ് സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇൻക്രീസസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യും? കൂടുന്നാണ് പറയുന്നത്. Question number 4. Boost charge is given to. എന്തിനാണ് നമ്മൾ ബൂസ്റ്റ് ചാർജ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, ബൂസ്റ്റ് ചാർജ് ഈസ് ഗിവൺ ടു എ ഡെഡ് ബാറ്ററി. ഓപ്ഷൻ ബി, ദ ബാറ്ററി ഇൻ ഡേഞ്ചർ ഓഫ് ബിക്കം ഓവർ ഡിസ്ചാർജ്ഡ് ഡ്യൂറിങ് എ വർക്ക് ഷിഫ്റ്റ്. ഓപ്ഷൻ സി, ഫുള്ളി ചാർജ്ഡ് ബാറ്ററി. ഓപ്ഷൻ ഡി, കംപ്ലീറ്റ്ലി ഡിസ്ചാർജ്ഡ് ബാറ്ററി. ബൂസ്റ്റ് ചാർജ് ഈസ് ഗിവൺ ടു എന്തിലേക്കാണ് നമ്മൾ ബൂസ്റ്റ് ചാർജ് പ്രൊവൈഡ് ചെയ്യുന്നത്? കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ബാറ്ററിയിലാണ്. എന്തിലാണ് കൊടുക്കുന്നത്? കംപ്ലീറ്റ്ലി ഡിസ്ചാർജ്ഡ് ബാറ്ററിയിലേക്കാണ്. അതായത് ബൂസ്റ്റ് ചാർജിങ് ഈസ് എ ചാർജിങ് എ ബാറ്ററി വിത്ത് എ ഹൈ കറണ്ട് ടു ബ്രിങ് അപ്പ് ദ ചാർജിങ് പെർസെൻറ്റേജ് വെരി ഫാസ്റ്റ് എന്നാണ്. സോ ഇറ്റ് എനേബിൾ ക്വിക്ക് ചാർജസ് ടു ഡിപ്ലീറ്റഡ് ബാറ്ററീസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ബൂസ്റ്റ് ചാർജ് എന്താണെന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? അപ്പോൾ ബൂസ്റ്റ് ചാർജ് ഈസ് ഗിവൺ ടു ഇതിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്? കംപ്ലീറ്റ്ലി ഡിസ്ചാർജ്ഡ് ബാറ്ററിയിലേക്കാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. Question number 5. Which quantity among the following increase when the cells are connected in parallel? Again നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നുണ്ടല്ലോ. ആദ്യം എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ബാറ്ററി സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നല്ലേ. അപ്പോൾ ബാറ്ററി പാരലൽ ആയി കണക്ട് ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നാണ് അടുത്തത്. ഓപ്ഷൻ എ, വോൾട്ടേജ്. ഓപ്ഷൻ ബി, ഇന്റേണൽ റെസിസ്റ്റൻസ്. ഓപ്ഷൻ സി, ആംപിയർ അവേഴ്സ്. ഓപ്ഷൻ ഡി, കറണ്ട്. എന്താ തന്നിട്ടുള്ള? ആംപിയർ അവേഴ്സ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എന്താണ് ആംപിയർ അവർ വന്നത് മനസ്സിലായോ? ആംപിയർ അവർ പറഞ്ഞാൽ എന്താണ്? കറണ്ട് ആണ് അല്ലേ. കറണ്ടിന്റെ ഇതാണ് എന്ത് യൂണിറ്റ് ആണ് ആംപിയർ എന്ന് പറയുന്നത്. അപ്പോൾ വിച്ച് ക്വാണ്ടിറ്റി എമോങ് ദ ഫോളോയിങ് ഇൻക്രീസസ് വെൻ സെൽസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ? ഏതാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പാരലലായി കണക്ട് ചെയ്യുമ്പോൾ, നമ്മുടെ സെൽസ് പാരലലായി കണക്ട് ചെയ്യുമ്പോൾ താഴെ തന്നിട്ടുള്ള ഏത് ക്വാണ്ടിറ്റി ആണ് ഇൻക്രീസ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഏത് ക്വാണ്ടിറ്റി ആയിരിക്കും ഇൻക്രീസ് ചെയ്യുക? കറണ്ട് ആണ്. കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ അവേഴ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. കറണ്ട് എന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് എന്താണ് കറണ്ട് എന്നും നമുക്ക് എന്താണ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഓപ്ഷൻ സി ആൻഡ് ഡി നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ഇതാണ്. ആംപിയർ അവറും നമുക്ക് കൊടുക്കാം, അതുപോലെ തന്നെ കറണ്ടല്ലേ കണക്ട് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൽ ഓപ്ഷൻ സിയും ഡിയും കൺസിഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിലൊരു മിസ്റ്റേക്കാണ് ഓപ്ഷൻ്റെ. അപ്പോൾ എന്താണ് കറണ്ടും തന്നിട്ടുണ്ട്, ആംപിയർ അവറും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് രണ്ടും ചൂസ് ചെയ്യാവുന്നതാണ്. Question number 6. The total current drawn from 4 1.5 volt cell connected in series is 1 ampere. Each cell supply dash ampere. എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? 4 എന്താണ് 1.7 അല്ലേ. 4 എന്താണ് ഡ്രോൺ 4 എത്രയാണ് 1.5 വോൾട്ട് വോൾട്ടേജ് കണക്റ്റഡ് ഇൻ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കറണ്ട് എന്താണ്? കറണ്ട് വന്നിട്ട് എത്രയാണ്? കറണ്ട് 1 ആംപിയർ എന്നാണ് തന്നിട്ടുള്ളത്. സോ ഈച്ച് സപ്ലൈ ഡാഷ് ആംപിയർ. എത്ര കറണ്ട് ഓരോ ഇതും സപ്ലൈ ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 0.25, ഓപ്ഷൻ സി 1.5, ഓപ്ഷൻ ഡി 4 എന്നാണ്. അപ്പോൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്കറിയാം സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷൻ്റെ കേസസ് ഒക്കെ അല്ലേ. അതായത് എന്താണ് നമ്മൾ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് എന്താണ് ഡിവൈഡ് ചെയ്യാനാണ് നമുക്കറിയാവുന്ന കേസാണ്. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും, കറണ്ട് അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിൽ കണക്ഷൻ വന്നിട്ട് എങ്ങനെയാണ്? സീരീസ് കണക്ഷനാണ്, അത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. സീരീസ് കണക്ഷൻ ആകുമ്പോൾ എന്താണ് കറണ്ട് എല്ലാത്തിലും സെയിം ആയിരിക്കും. വോൾട്ടേജ് ആണ് ഡിവൈഡ് ചെയ്യുന്നത്, അപ്പോൾ വോൾട്ടേജ് ആണ് ഹൈ ആവുന്നത് അല്ലെ, കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ 1 ആംപ്സ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. Question number 7. If the capacity of a battery is 4000 milliamps, it can supply 4 ampere current for. അതായത് ഒരു കപ്പാസിറ്റി തന്നിട്ടുണ്ട്, ബാറ്ററി കപ്പാസിറ്റി തന്നിട്ടുണ്ട്. അതിൻ്റെ അതെന്താണ് 4 ആംപിയർ കറണ്ട് ഫോർ എത്ര മിനിറ്റ് അത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓപ്ഷൻ എ 120 മിനിറ്റ്, ഓപ്ഷൻ ബി 240 മിനിറ്റ്, ഓപ്ഷൻ സി 60 മിനിറ്റ്, ഓപ്ഷൻ ഡി 30 മിനിറ്റ്. അപ്പോൾ ഒരു കപ്പാസിറ്റി ഓഫ് ബാറ്ററി എത്ര തന്നിട്ടുണ്ട്? 4000 തന്നിട്ടുണ്ട് അല്ലേ. കറണ്ട് ഡെലിവേർഡ് എത്രയാണ്? 4 ആംപ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ടൈം കണ്ടുപിടിക്കാൻ എന്താണ് രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ മതിയില്ലേ. അതായത് 4000 ഡിവൈഡഡ് ബൈ 4
ആംസ്. അപ്പോൾ 4000 ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് 10⁻³ അപ്പോൾ എന്താണ് 1 അവർ കിട്ടിയില്ലേ. അപ്പോൾ T = എത്രയാണ് നമുക്ക് വരുന്നത് 60 മിനിറ്റ് എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ് ഓപ്ഷൻ സി ആണ്. എന്താണ് 60 മിനിറ്റ് ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. Question number 8. Which of the following is or correct regarding electrochemical cells? താഴെ തന്നിട്ടുള്ളതിൽ electrochemicals regarding ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്താണ്? Which of the following is or correct regarding എന്തിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്? electrochemical cellsനെ കുറിച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? wet type cells can be operated in both upright and horizontal position. Second one, voltaic cell is an example of primary cell. Lead acid battery is an example of secondary cell. അപ്പോൾ എന്താണ് ഓപ്ഷൻ only 2 and 3, B only 1 and 3, C only 3, D 1 2 and 3 എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? നമുക്കറിയാം വോൾട്ടാലിക് സെൽ എന്തിന് എക്സാമ്പിൾ തന്നെയാണ്? പ്രൈമറി സെല്ലിന് എക്സാമ്പിൾ തന്നെയാണ് അല്ലേ. അതുപോലെ ലെഡ് ആസിഡ് ബാറ്ററി എന്തിന് എക്സാമ്പിൾ തന്നെയാണ്? സെക്കൻഡറി സെൽസിന് എക്സാമ്പിൾ ആയിട്ട് തന്നെ വരുന്ന ഒരാളാണ് എന്ത് ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുന്നത്. പക്ഷേ വെറ്റ് ടൈപ്പ് സെൽ ക്യാൻ ബി ഓപ്പറേറ്റഡ് ബോത്ത് അതെന്താണ് അപ്രൈറ്റ് ആൻഡ് ഹൊറിസോണ്ടൽ പൊസിഷൻ ആണോ? എല്ലാ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓൺലി 2 and 3. അതായത് വോൾട്ടാലിക് സെൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രൈമറി സെല്ലും അതുപോലെ തന്നെ എന്താണ് ലെഡ് ആസിഡ് ബാറ്ററി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെക്കൻഡറി സെല്ലും ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ട് ആൻസർ ആയിട്ട് വരുന്നത്. Question number 9. Match the following electrochemical cell with their electrolytes. എന്താണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്? ഇലക്ട്രോകെമിക്കൽ സെൽസ് തന്നിട്ടുണ്ട്. അതായത് കാർബൺ സിങ്ക് സെൽ, മെർക്കുറി സെൽ, ലെഡ് ആസിഡ് ബാറ്ററി ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയുന്ന സെല്ലുകൾ തന്നെയാണ്. അതിൽ യൂസ് ചെയ്യുന്ന നമുക്കറിയാം ഒരു ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിൽ എന്തൊക്കെയുണ്ട്? ഇലക്ട്രോഡ്സ് ഉണ്ട് അല്ലേ. ഇലക്ട്രോഡ്സ് ഉണ്ട് അതുപോലെ ഇലക്ട്രോലൈറ്റ് ഒക്കെ ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണെന്നാണ് അതിന് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്തത് എന്താണ്? അമോണിയം ക്ലോറൈഡ് അതുപോലെ സൾഫ്യൂരിക് ആസിഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ലെഡ് ആസിഡ് ബാറ്ററിയിൽ യൂസ് ചെയ്യുന്നതാണ്. ആ ഒരു ഓപ്ഷൻ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി ഡയറക്റ്റ് ആയിട്ട് എന്താണ് 3 വന്നിട്ട് 2ലേക്കാണ് പോകുന്നത് അല്ലേ. 3 വന്നിട്ട് 2ലേക്ക് പോകുന്ന ഓപ്ഷൻ മാത്രം നമ്മൾ എടുക്കുക. സിയും ഡിയും ആണ് നമ്മുടെ കയ്യിൽ വരുന്ന ഓപ്ഷൻ അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് അടുത്തത് നോക്കാം. ഇപ്പോൾ ബാക്കി രണ്ട് ഓപ്ഷൻ നമുക്ക് എന്താണ് മാറ്റിക്കളയാൻ പറ്റും അല്ലേ. ബാക്കി എന്താണ് സിയും ഡിയിൽ ഏതോ ഒന്നാണ് നമുക്ക് ആൻസർ നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു അല്ലേ. അടുത്ത എന്താണ് നമുക്ക് ഉള്ളത്? കാർബൺ സിങ്ക് സെല്ലാണ്. കാർബൺ സിങ്ക് സെൽ എന്താണ്? അമോണിയം ക്ലോറൈഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. കാർബൺ സിങ്ക് സെൽ എന്ന് പറയുമ്പോൾ എന്താണ്? അമോണിയം ക്ലോറൈഡ് ആണ് അവിടുത്തെ ഇലക്ട്രോലൈറ്റ്. അടുത്തത് എന്താണ്? നമ്മുടെ മെർക്കുറി സെൽ അല്ലേ. മെർക്കുറി സെൽ എന്ന് പറയുമ്പോൾ എന്താണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അവിടുത്തെ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ മാച്ച് ചെയ്തൂടെ? അപ്പോൾ എന്താണ് ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് വൺ വന്നിട്ട് അമോണിയം ക്ലോറൈഡ് ആണ്. മെർക്കുറി സെൽ പറയുമ്പോൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ലെഡ് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 10. A 12-volt battery is rated at 48 ampere hour. If it must deliver an average of 2 amps, how long will the battery last before it needs recharging എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ ചോദിച്ചിട്ടുള്ളത്? ഇതും സെയിം എന്താണ്? നമ്മുടെ ടൈമിംഗ് ആണ്. ഡിസ്ചാർജിങ് ടൈമിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരു 12-volt ബാറ്ററി ഉണ്ട്. അതിൻ്റെ റേറ്റഡ് ആംപിയർ അവർ തന്നിട്ടുണ്ട്. അതിൻ്റെ ആവറേജ് ആംസ് കറണ്ട് വന്നിട്ട് എത്രയാണ്? 2 amps ആണ്. അപ്പോൾ ഹൗ ലോങ് വിൽ ദ ബാറ്ററി ലാസ്റ്റ് before it need recharging ആണ്. ഓപ്ഷൻ എ 48 hours, ഓപ്ഷൻ ബി 4 hours, ഓപ്ഷൻ സി 96 hours, ഓപ്ഷൻ ഡി 24 hours. അപ്പോൾ നമുക്ക് കറണ്ട് തന്നിട്ടുണ്ട്. കറണ്ട് എത്രയാണ്? കറണ്ട് വരുന്നത് എങ്ങനെയാണ്? കറണ്ട് വരുന്നത് എങ്ങനെയാണ്? I = എത്രയാണ്? 2 amps ആണ് കറണ്ട് വന്നിട്ടുള്ളത് അല്ലേ. ബാറ്ററി റേറ്റിംഗ് വന്നിട്ട് എങ്ങനെയാണ്? 48 ആണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഡിസ്ചാർജ് ടൈമിൻ്റെ ഇക്വേഷൻ എന്താണ്? ആംപിയർ അവർ ബൈ കറണ്ട് ആണ്. അതായത് 48 ഡിവൈഡഡ് ബൈ 4 എന്ന് വരുമ്പോൾ എത്രയാണ് വരുന്നത്? 48 ഡിവൈഡഡ് ബൈ 2 ആണ് വരുന്നത്. നമുക്ക് അവർ 4 അല്ല 2 ആണ് വരുന്നത്. അപ്പോൾ എന്താണ് 48 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 48 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 24 hours എന്ന് കിട്ടും അല്ലേ. 24 hours. അതായത് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്
question number 11. The common electrolyte used in nickel ion cell. എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് നിക്കൽ അയൺ സെല്ലിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് എന്താണെന്നാണ്. H2SO4, ഓപ്ഷൻ ബി HCl, ഓപ്ഷൻ സി KOH, ഓപ്ഷൻ ഡി NaOH. അപ്പോൾ ദ ബേസിക് കോമ്പോണൻസിൽ നമ്മൾ നിക്കൽ അയൺ ബാറ്ററിയിൽ യൂസ് ചെയ്യുന്ന ഏതാണ് കോമ്പോണൻസ്? ഒന്ന് നിക്കൽ ഉണ്ടാവും, അതായത് ഹൈഡ്രോക്സൈഡ് ആസ് എ ആനോഡ്, അയൺ ആസ് കാഥോഡ് ആൻഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആസ് എ ഇലക്ട്രോലൈറ്റ്. ഇതാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ് നിക്കൽ അയൺ സെല്ലിൽ യൂസ് ചെയ്യുന്ന കോമ്പോണൻറ്റ്. അപ്പോൾ എന്താണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? KOH ആണ്. അതാണ് നമ്മുടെ എന്ത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതിനകത്ത്? നിക്കൽ അയൺ സെല്ലിനകത്ത്. അപ്പോൾ ഓരോ സെല്ല് പഠിക്കുമ്പോഴും അതിൽ യൂസ് ചെയ്യുന്ന ആനോഡ് എന്താണ്, കാഥോഡ് എന്താണ്, ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കമ്പൽസറി ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ യൂസ് ചെയ്യുന്ന റിയാക്ഷൻ എന്താണ് അതൊക്കെ അറിഞ്ഞിരിക്കുക. കാരണം എന്താണ് ഇതിന്നാണ് എന്തായാലും ഒരു മാർക്ക് നമുക്ക് കിട്ടാൻ പോകുന്നത്. Question number 12. An alkaline cell is discharged at a steady current of 4 amps for 12 hours to restore to its original state of charge. A steady current of 3 amps for 20 hours is required. Calculate the efficiency. Efficiency കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവില്ലേ. നമുക്ക് ഒരു ആൽക്കലൈൻ സെല്ലുണ്ട്, അതിൻ്റെ ഡിസ്ചാർജ് ആയിട്ട് സ്റ്റഡി കറണ്ട് വന്നിട്ട് എങ്ങനെയാണ് 4 amps for 12 hours എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് 4 amps for 12 hours ആണ്. അതുപോലെ ടു റീസ്റ്റോർ ഇറ്റ് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ് ഓഫ് ചാർജിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ സ്റ്റഡി കറണ്ടിന് എന്താണ് 3 amps for 20 hours അതിന് ആവശ്യമാണ്. അതിൻ്റെ എഫിഷ്യൻസി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എന്താ ഫോർമുല? ഔട്ട്പുട്ട് ആംബിയർ അവർ ബൈ ഇൻപുട്ട് ആംബിയർ അവർ ആണ് അല്ലേ. ഇവിടെ തന്നിട്ടുള്ള ഔട്ട്പുട്ട് ആംബിയർ അവർ എന്ന് പറഞ്ഞാൽ 4 × 12 hours, അപ്പോൾ 48 ആംബിയർ അവർ. അതുപോലെ ഇൻപുട്ട് ആംബിയർ അവർ എന്ന് പറഞ്ഞാൽ എന്താണ് 3 × 20 ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 16 ആംപിയർ അവർന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി എങ്ങനെയാണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് അല്ലേ. അപ്പോൾ 48/60 എന്ന് കണ്ടുപിടിച്ചാൽ 0.8 കിട്ടും. ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്താണ് കറക്റ്റായിട്ട് അതിൻ്റെ എഫിഷ്യൻസി ഇൻ പെർസെൻറ്റേജ് കിട്ടും അല്ലേ. എത്രയാണ് വരുന്നത്? 80% എന്നാണ് വരുന്നത്. എത്രയാണെന്ന് വരുന്നത്? 80%. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 13. The nominal voltage for lead acid cell is. അതായത് ഒരു lead acid സെല്ലിൻ്റെ നോമിനൽ വോൾട്ടേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ എ 24 വോൾട്ട്, ഓപ്ഷൻ ബി 2 വോൾട്ട്, ഓപ്ഷൻ സി 1.4 വോൾട്ട്, ഓപ്ഷൻ ഡി 12 വോൾട്ട്. അപ്പോൾ ഒരു നോമിനൽ വോൾട്ടേജ് ഫോർ lead acid സെൽ. അപ്പോൾ പ്രൈമറി സെൽസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം നോക്കുക. അതായത് കാർബൺ സിങ്ക് സെൽ, അതുപോലെ സിങ്ക് ക്ലോറൈഡ്, മാഗ്നീസ് ആൽക്കലൈൻ, സിൽവർ ഓക്സൈഡ്, ലിഥിയം, മെർക്കുറി ഒക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? പ്രൈമറി സെല്ലാണ് അല്ലേ. അപ്പോൾ അതിൽ വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കിയേ. കാർബൺ സിങ്ക് ആണെങ്കിൽ 1.5 വോൾട്ട് ആണ്, സിങ്ക് ക്ലോറൈഡ് ആണെങ്കിൽ 1.5 തന്നെയാണ്, മഗ്നീസ് ആൽക്കലൈൻ ആണെങ്കിലും 1.5 ആണ്, സിൽവർ ഓക്സൈഡും 1.5 ആണ്. എന്നാൽ ലിഥിയം സെല്ലിന് കൂടുതലാണ് അല്ലേ, 2.95 ആണ്. ഓർത്ത് വയ്ക്കുക. മെർക്കുറിക്ക് വന്നിട്ട് എത്രയാണ്? 1.35 ആണ്. അതുപോലെ സെക്കൻഡറി സെല്ലിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കിയേ. എഡിസൺ സെൽ അല്ലെങ്കിൽ നിക്കൽ അയോൺ സെൽ എന്ന് പറയും. അതിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ട് എത്രയാണ്? 1.36 ആണ്. ലെഡ് ആസിഡിന് വന്നിട്ട് എങ്ങനെയാണ്? 2.2 ആണ് അല്ലേ, അല്ലെങ്കിൽ 2 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അതുപോലെ നിക്കൽ കാഡ്മിയം വന്നിട്ട് 1.25, സിൽവർ സിങ്ക് വന്നിട്ട് 1.86, സിൽവർ കാഡ്മിയം വന്നിട്ട് 1.1. ഇതൊന്നും അധികം ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറില്ല, പക്ഷേ നമ്മുടെ ലെഡ് ആസിഡും ചോദിക്കുന്നുണ്ട്. അതുപോലെ എഡിസൺ സെല്ലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ലെഡ് ആസിഡിൻ്റെ എത്രയാണ് നോമിനൽ വോൾട്ടേജ് എന്ന് ചോദിച്ചാൽ 2.2 അല്ലെങ്കിൽ 2 വന്നാൽ 2 എഴുതുക. അടുത്തത് എന്താണ്? നിക്കൽ അയൺ അല്ലെങ്കിൽ എഡിസൺ സെല്ലിൻ്റെയും ചോദിച്ച് കാണാറുണ്ട്. 1.36 ആണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 14. What is the type of cell used for building a laptop battery പാക്ക്? എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഏത് ടൈപ്പ് ഓഫ് സെൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലാപ്ടോപ്പ് ബാറ്ററി പാക്ക് ബിൽഡിംഗ് ചെയ്യുന്നത്? ഓപ്ഷൻ എ നിക്കൽ കാഡ്മിയം, ഓപ്ഷൻ ബി ലിഥിയം അയോൺ, ഓപ്ഷൻ സി സിങ്ക് സിൽവർ ഓക്സൈഡ്, ഓപ്ഷൻ ഡി ലെഡ് ആസിഡ്. ഏതാണ് നമ്മുടെ ബാറ്ററീൻ്റെ എന്തൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റും ഏതാണ്? ലിഥിയം അയോൺ ടൈപ്പ് സെല്ലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്തിനാ യൂസ് ചെയ്യുന്നത്? ലാപ്ടോപ്പ് ബാറ്ററി പാക്ക് ആൻഡ് ഇറ്റ്സ് മൊബൈൽ ഫോൺസിലൊക്കെ യൂസ് ചെയ്യുന്നത് ഏതാണ്? ലിഥിയം അയോൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെയൊക്കെ സ്പെസിഫിക്കേഷൻ നമ്മൾ
നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം. അപ്പോൾ അതുപോലെ ലെഡ് ആസിഡ് ബാറ്ററീസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? വെഹിക്കിൾസിലാണ്. വളരെ ഇമ്പോർട്ടൻറ്റ്, ഇതും ചോദിക്കാറുണ്ട്. അതുപോലെ സിൽവർ സിങ്ക് ഓക്സൈഡ് ബാറ്ററി എടുക്കുകയാണെങ്കിൽ അതെന്താണ്? വാച്ചസ്, അതുപോലെ കാൽക്കുലേറ്റർ, ഫോട്ടോ ഇലക്ട്രിക് എക്സ്പോഷർ ഡിവൈസസിൽ, അതുപോലെ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻസിലൊക്കെ അത് യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ നിക്കൽ കാഡ്മിയം ബാറ്ററി എവിടെയാണ് യൂസ് ചെയ്യുന്നത്? പോർട്ടബിൾ പവർ ടൂൾസ്, അതായത് ഫോട്ടോഗ്രാഫിക് എക്യുപ്മെൻറ്റ്, ഫ്ലാഷ് ലൈറ്റ്, എമർജൻസി ലൈറ്റ്നിങ്, അങ്ങനെയുള്ളതിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അപ്പോൾ നിക്കൽ കാഡ്മിയം. അപ്പോൾ ഓരോന്നിൻ്റെയും അപ്ലിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായില്ലേ? ലെഡ് ആസിഡ് ബാറ്ററി ആണെങ്കിൽ അത് വെഹിക്കിളാണ്. സിൽവർ സിങ്ക് ഓക്സൈഡ് ബാറ്ററി ആണെങ്കിൽ വാച്ചസ്, കാൽക്കുലേറ്റർ, ഫോട്ടോ ഇലക്ട്രിക് എക്സ്പോഷർ ഡിവൈസസ്, ഹിയറിംഗ് എയ്ഡ്സിലൊക്കെ അത് യൂസ് ചെയ്യും. നിക്കൽ കാഡ്മിയം ബാറ്ററി എവിടെയാണ് യൂസ് ചെയ്യുന്നത്? പോർട്ടബിൾ പവർ ടൂൾസ്, ഫോട്ടോഗ്രാഫി എക്യുപ്മെൻറ്റ്, ഫ്ലാഷ് ലൈറ്റിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണിത്. Question number 15. Solar cells are made up of. Solar cell എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ കണ്ടക്ടർ, ഓപ്ഷൻ ബി നോൺ കണ്ടക്ടർ, ഓപ്ഷൻ സി സെമി കണ്ടക്ടർ, ഓപ്ഷൻ ഡി സൂപ്പർ കണ്ടക്ടേഴ്സ്. ഏതാണ്? സോളാർ സെൽ എന്തുകൊണ്ടാണ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം, സെമി കണ്ടക്ടർ മെറ്റീരിയൽ കൊണ്ടാണ്. മെയിനായിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണെന്ന് കൂടി നമുക്ക് ചോദിക്കാറുണ്ട്. അതായത് സിലിക്കൺ മെറ്റീരിയൽ, അതായത് പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് സിലിക്കൺ മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സോളാർ സെൽ മെയ്ഡ് ചെയ്തിട്ടുണ്ടാവുന്നത്. Question number 16. സോളാർ അറേ ഈസ് എ. എന്താണ് സോളാർ അറേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് സോളാർ അറേ ഈസ് എ? ഓപ്ഷൻ എ കാസ്കേഡ് കണക്റ്റഡ് സോളാർ പ്ലാന്റ്, ഓപ്ഷൻ ബി കോമ്പിനേഷൻ ഓഫ് സോളാർ പ്ലാന്റ് വിത്ത് ഇൻവെർട്ടർ, ഓപ്ഷൻ സി സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് സോളാർ സെൽസ്, ഓപ്ഷൻ ഡി പാരലൽ കോമ്പിനേഷൻ ഓഫ് സോളാർ പ്ലാന്റ് വിത്ത് അനദർ പ്ലാന്റ്. അപ്പോൾ എന്താണ് സോളാർ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കമ്പൈനിങ് സെവറൽ സോളാർ സെൽ ഇൻ സീരീസ് ആൻഡ് പാരലൽ ആണ് എന്താണ് ഒരു അറേ എന്ന് പറയുന്നത്, അല്ലേ? എന്താണ് ഒരു സോളാർ സെൽസിന് സീരീസും പാരലലുമായിട്ട് എന്ത് ചെയ്യാണ്? അറേ കമ്പൈൻ ചെയ്തിട്ട് വെച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈ അറേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോളാർ സെല്ലിൻ്റെ സൈസിനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഈ അറേ ഡിപ്പെൻഡ് ചെയ്യും, അല്ലേ? അപ്പോൾ സോളാർ അറേ ക്യാൻ ബി യൂസ്ഡ് ഫോർ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ സോളാർ ഹീറ്റിംഗ്, ഇലക്ട്രിക്കൽ പവർ ജനറേഷൻ, ലൈറ്റ്നിങ് സ്പേസ് എക്സെട്ര, അതിലൊക്കെ അത് യൂസ് ചെയ്യും. അപ്പോൾ മാക്സിമം കറണ്ട് റേറ്റിംഗ് ദ സോളാർ അറേ ഈസ് സോളാർ അറേനെ നമ്മൾ പാരലായി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് റേറ്റിംഗ് മാക്സിമം ആകും. അത് സീരീസ് ആയി വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് ആണ് മാക്സിമം ആവുന്നത്. അപ്പോൾ സോളാർ അറേ എന്ന് പറയുന്നത് എന്താണ്? സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് സോളാർ സെല്ലാണ്. എന്താണ്? സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻസ് ഓഫ് സോളാർ സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോളാർ അറേ എന്ന് പറയുന്നത്. Question number 17. Which metal is used for making solar cell? Again എന്താണ്? മെറ്റൽ ആണ് ചോദിച്ചിട്ടുള്ളത്, അല്ലേ? ഓപ്ഷൻ എ ഗോൾഡ്, ഓപ്ഷൻ ബി അയോൺ, ഓപ്ഷൻ സി അലുമിനിയം, ഓപ്ഷൻ ഡി സിലിക്കൺ. അപ്പോൾ നമുക്ക് അറിയുന്നത് ഏതാണ്? നമ്മുടെ സിലിക്കൺ മെറ്റീരിയൽ ആണ് അറിയാം. സെമി കണ്ടക്ടർ ആണ് അറിയാം, അല്ലേ? സോളാർ സെൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സൺലൈറ്റിനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിസിറ്റി ആക്കാനാണ്, അല്ലേ? അതല്ലേ നമ്മുടെ സോളാർ എനർജിയുടെ വർക്കിംഗ് മെയിനായിട്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണ്? എന്താണ് നമുക്ക് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണ്. സിലിക്കൺ ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഏതാണ്? സിലിക്കൺ ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന അവിടുത്തെ മെറ്റീരിയൽ. Question number 80. സോളാർ സെൽ വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. എഗെയിൻ എന്താണ്? സോളാർ സെല്ലിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്, അല്ലേ? ഓപ്ഷൻ എ ഐസൊലേഷൻ ആൻഡ് ഒപ്റ്റോ കപ്ലിംഗ്, ഓപ്ഷൻ ബി ഐസൊലേഷൻ, ഓപ്ഷൻ സി ഫോട്ടോ വോൾട്ടാലിക്, ഓപ്ഷൻ ഡി ഒപ്റ്റോ കപ്ലിംഗ്. അപ്പോൾ ഏതാണ് നമ്മുടെ സോളാർ സെൽ വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്? ഏതിൻ്റെ പ്രിൻസിപ്പിളാണ് അത് വർക്ക് ചെയ്യുന്നത്? ഫോട്ടോ വോൾട്ടാലിക് ആണ്, അല്ലേ? അപ്പോൾ ഒരു സോളാർ സെൽ എന്ത് ചെയ്യും? സൺ എനർജീനെ എന്താണ്? കൺവേർട്ട് ദ സൺസ് എനർജി ഇൻറ്റു ഇലക്ട്രിസിറ്റി ആണല്ലോ. അപ്പോൾ സോളാർ സെൽ എന്താണ് എന്തുകൊണ്ടാണ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്? സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആയിട്ടുള്ള സിലിക്കൺ, കാഡ്മിയം ടെലൂറൈഡ് ആൻഡ് കോപ്പർ, ഇൻഡിയം, ഗാലിയം സെലീനിയേറ്റ് എന്ന മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് മെയ്ഡ് ചെയ്യാൻ പറ്റും? ഈ സോളാർ സെൽസ് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ മെയിൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്? ഫോട്ടോ വോൾട്ടാലിക് എഫക്റ്റ് തന്നെയാണ്, അല്ലേ? അപ്പോൾ ഫോട്ടോ വോൾട്ടാലിക് എഫക്റ്റ് എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ബൈ എ മെറ്റീരിയൽ വെൻ ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു ദ ലൈറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ മാക്സിമം എന്താണ്? ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജിൻ്റെ അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? 0.5 to 0.6 വോൾട്ടേജ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇതാണ്. അതായത് ഒരു കോമൺ സിംഗിൾ ജംഗ്ഷൻ സിലിക്കൺ സോളാർ സെൽ എത്ര പ്രൊഡ്യൂസ് ചെയ്യും? അതായത് മാക്സിമം ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആ റേഞ്ച് വന്നിട്ട് എത്രയാണ്? 0.5 to 0.6 വോൾട്ട് ആണ്. അപ്പോൾ എന്താണ്? എന്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ്? വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് എന്താണ്? ഫോട്ടോ വോൾട്ടാലിക് പ്രിൻസിപ്പിൾ ആണ്. എന്താണ്? ഫോട്ടോ വോൾട്ടാലിക് പ്രിൻസിപ്പിൾ ആണെന്ന് അറിഞ്ഞിരിക്കുക.
Question 119. The current produced by the solar cell can be given by current എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ IL മൈനസ് ID പ്ലസ് ISH, ഓപ്ഷൻ ബി IL പ്ലസ് ID മൈനസ് ISH, ഓപ്ഷൻ സി IL പ്ലസ് ID പ്ലസ് ISH, ഓപ്ഷൻ ഡി IL മൈനസ് ID മൈനസ് ISH. അപ്പോൾ കറണ്ട് പ്രൊഡ്യൂസ് ബൈ എ സോളാർ സെൽ വന്ന എന്ത് വന്ന IL മൈനസ് ID മൈനസ് ISH. അപ്പോൾ എന്താണ് IL എന്നൊക്കെ ഉണ്ടാവും അല്ലേ. IL എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോട്ടോ ജനറേറ്റഡ് കറണ്ട് ഇൻ ആംബിയേഴ്സ് ആണ് നമ്മുടെ IL എന്ന് പറയുന്നത്. ID പറഞ്ഞാൽ എന്താണ്? ഡയോഡ് കറണ്ട് ഇൻ ആംബിയേഴ്സ് ആണ്. ISH എന്ന് പറഞ്ഞാൽ ഷണ്ട് കറണ്ട് ഇൻ ആംബിയർ ആണ്. അപ്പോൾ കറണ്ട് പ്രൊഡ്യൂസ് ബൈ എ സോളാർ സെല്ലിൻ്റെ ഇക്വേഷൻ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? IL മൈനസ് ID മൈനസ് ISH എന്ന ഫോമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. Question number 20. The operating temperature of central reservoir power tower of solar power plant is. And operating temperature ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ 500 to 1000 degrees Celsius, ഓപ്ഷൻ ബി 100 to 200 degrees Celsius, ഓപ്ഷൻ സി 5000 to 10,000 degrees Celsius, ഓപ്ഷൻ ഡി 10,000 to 5,000 degrees Celsius. അപ്പോൾ എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് എ സെൻട്രൽ റിസീവർ പവർ ടവർ ഓഫ് സോളാർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സെൻട്രൽ റിസീവർ അല്ലെങ്കിൽ എന്താണ് പവർ ടവർ സിസ്റ്റം എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് യൂസ്ഡ് എ ഫീൽഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് മിറർ ആൾസോ നോൺ എസ് ഹെലിയോസാറ്റ്സ് that individually track the sun and focus the sunlight on the top of the tower. അതിന് വേണ്ടിയിട്ടാണ് എന്താണ് സെൻട്രൽ റിസീവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സൺലൈറ്റ് എത്രയായിരിക്കും? 600 to 1000 ടൈംസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ആ ഒരു റേഞ്ച് വന്നിട്ട് എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ 500 ഡിഗ്രി സെൽഷ്യസ് ടു 1000 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും എന്ന് അറിഞ്ഞിരിക്കുക. 500 ഡിഗ്രി സെൽഷ്യസ് ടു എത്രയാണ്? 1000 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അതെന്താണ്? സെൻട്രൽ റിസീവർ പവർ ടവർ എന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. എന്താണ്? സെൻട്രൽ റിസീവർ പവർ ടവർ ഓഫ് സോളാർ പ്ലാന്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻറ്റ് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. വിച്ച് ടൈപ്പ് ഓഫ് സോളാർ സെൽ ഗീവ് ദ ഹയസ്റ്റ് എഫിഷ്യൻസി? ഏത് ടൈപ്പ് ഓഫ് സോളാർ സെല്ലാണ് ഏറ്റവും ഹയസ്റ്റ് എഫിഷ്യൻസി കൊടുക്കുന്നത്? ഓപ്ഷൻ എ മോണോ ക്രിസ്റ്റലൈൻ, ഓപ്ഷൻ ബി പോളി ക്രിസ്റ്റലൈൻ ജെർമേനിയം, ഓപ്ഷൻ സി തിൻ ഫിലിം, ഓപ്ഷൻ ഡി പോളി ക്രിസ്റ്റലൈൻ സിലിക്കൺ. അപ്പോൾ ഏതാണ്? അപ്പോൾ ഒരു മോണോ ക്രിസ്റ്റലൈൻ സോളാർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസി വന്നിട്ട് നിയർലി 20% ആയിരിക്കും. അതായത് ഹൈ എഫിഷ്യൻസി റേറ്റ്, അതുപോലെ ഒപ്റ്റിമൈസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ യൂസസ്, ഹൈ ലൈഫ് ടൈം വാല്യൂ ആണ്, വളരെ എക്സ്പെൻസീവ് കൂടിയാണ് ഇത് നമ്മുടെ മോണോ ക്രിസ്റ്റലൈൻ. എന്നാൽ പോളി ക്രിസ്റ്റലൈൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നിയർലി എത്രയാണ്? 50%. അപ്പോൾ മോണോ ക്രിസ്റ്റലൈൻ കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് വരുന്നത്? നമ്മുടെ പോളി ക്രിസ്റ്റലൈൻ സോളാർ ആണ് കേട്ടോ. പ്രൈസ് ഒക്കെ വളരെ കുറവാണ്. അതുപോലെ സെൻസിറ്റീവ് ടു ഹൈ ടെമ്പറേച്ചേഴ്സ്, ലോവർ ലൈഫ് സ്പാൻ ആൻഡ് സ്ലൈറ്റ്ലി ലെസ് സ്പേസ് എഫിഷ്യൻസിയാണ് അതിനകത്തുള്ളത്. അതുപോലെ പോളി ക്രിസ്റ്റലൈൻ ജെർമേനിയം എടുക്കുകയാണെങ്കിൽ അത് വന്നിട്ട് എന്താണ്? 3 to 4% ആണ്. അതിനും പ്രൈസ് വളരെ കുറവാണ്, എഫിഷ്യൻസി കുറവാണ്. എന്തിന്? പോളി ക്രിസ്റ്റലൈൻ കേട്ടോ. അതുപോലെ അമോഫറസ് സിലിക്കൺ സോളാർ പ്ലാൻ എടുക്കുകയാണെങ്കിൽ എത്രയാണ്? 7 to 10% ആ ഒരു റേഞ്ചാണ് വരുന്നത്. അതിൻ്റെ കോസ്റ്റും റിലേറ്റീവ്ലി ലോ കോസ്റ്റ് ആണ്, ഈസി ടു പ്രൊഡ്യൂസ് ആൻഡ് ഫ്ലെക്സിബിൾ ആണ്, ഷോർട്ടർ വാറൻറ്റീസ് ആൻഡ് ലൈഫ് സ്പാൻ ഒക്കെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഏത് സോളാർ സെല്ലാണ് ഹയസ്റ്റ് എഫിഷ്യൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതന്നെയാണ്? നമ്മുടെ മോണോ ക്രിസ്റ്റലൈൻ ആണ് കേട്ടോ. ഏതന്നെയാണ്? മോണോ ക്രിസ്റ്റലൈൻ ആണ് ഹയസ്റ്റ് എഫിഷ്യൻസി ആയിട്ട് വരുന്നത്. Question number 22. The typical solar cell efficiency is another. എന്താണ് നമ്മൾ എഫിഷ്യൻസി ചോദിക്കാറുണ്ട്. ടോപ്പിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഏരിയ ആണ്. എന്താണ് ടിപ്പിക്കൽ സോളാർ സെൽ എഫിഷ്യൻസി എങ്ങനെയാണ്? ഓപ്ഷൻ എ ലെസ് ദാൻ 5%, ഓപ്ഷൻ ബി 12% to 25%, ഓപ്ഷൻ സി 30% to 40%, ഓപ്ഷൻ ഡി മോർ ദാൻ 50% എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സോളാർ സെല്ലിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നിയർലി എത്രയാണ്? 12% to 25% ആയിരിക്കും. അതായത് മാക്സിമം എഫിഷ്യൻസി ഓഫ് പ്രാക്ടിക്കലി യൂസ്ഡ് സോളാർ സെൽ നിയർലി എത്രയാണ്? 20% ആയിരിക്കും. എത്രയാണ്? 20% ആയിരിക്കും. അതുപോലെ ഹയസ്റ്റ് എഫിഷ്യൻസി ഓഫ് സോളാർ സെൽ എങ്ങനെയാണ്? 46%. ആ ഒരു റേഞ്ച് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് പവർ വിച്ച് ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിസിറ്റി എന്നാണ്. അതായത് VOC, അതുപോലെ ISC, FF എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിൽ ഫാക്ടർ എഫിഷ്യൻസി എന്നാണ് പറയുന്നത്. അതാണ് ആ ഇക്വേഷൻ. അപ്പോൾ ടിപ്പിക്കൽ സോളാർ സെല്ലിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 12% to 25% ആ ഒരു റേഞ്ച് ആയിരിക്കും കിട്ടുന്നത്. എത്രയാണ്? 12% to 25% ആ റേഞ്ചാണ് ഒരു സോളാർ സെല്ലിൻ്റെ ടിപ്പിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്.
Question number 23. Battery charging and solar water pumping are the two main applications of എന്തിൻ്റെയാണ്, അതായത് ബാറ്ററി ചാർജിങ്ങും അതുപോലെ സോളാർ വാട്ടർ പമ്പിങ്ങിനും എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്? ഓപ്ഷൻ എ സ്റ്റാൻഡ് അലോൺ പി വി സിസ്റ്റം, ഓപ്ഷൻ ബി ഹൈബ്രിഡ് പി വി സിസ്റ്റം, ഓപ്ഷൻ സി ട്വിൻ സപ്ലൈഡ് പി വി സിസ്റ്റം, ഓപ്ഷൻ ഡി ഗ്രിഡ് കണക്റ്റഡ് പി വി സിസ്റ്റം. നമുക്കറിയാം ഈ ബാറ്ററി ചാർജിങ്ങും സോളാർ വാട്ടർ പമ്പിങ്ങും ഒക്കെ എന്തിൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ്? സോളാർ സെല്ലിൻ്റെ അല്ലേ? അറിയുന്ന കേസാണ്, അതായത് ഫോട്ടോ വോൾട്ടാലിക്കിൻ്റെ എഫക്റ്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന കേസ് എവിടെയാണ്? അത് സ്റ്റാൻഡ് അലോൺ ആണോ, അതുപോലെ ഹൈബ്രിഡ് ആണോ, ട്വിൻഡ് ആണോ, ഗ്രിഡ് കണക്റ്റഡ് ആണോ എന്ന് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഏതാണ്? ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാൻഡ് അലോൺ പി വി സിസ്റ്റത്തിനകത്ത് വരുന്നതാണ് എന്ത്? നമ്മുടെ ബാറ്ററി ചാർജിങ്ങും അതുപോലെ സോളാർ വാട്ടർ പമ്പിങ്ങും ഒക്കെ. ഓക്കെ, അതായത് എന്തൊക്കെയാണ്? ഇൻ അർബൻ ഓർ റിമോട്ട് ഏരിയാസ് പി വി പവർ, അതായത് ഫോട്ടോ വോൾട്ടാലിക് പവർ സ്റ്റാൻഡ് അലോൺ ഡിവൈസ് ടൂൾസ് ആൻഡ് മീറ്റേഴ്സ്. സോ അതെവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? വാട്ടർ ഇറിഗേഷൻ പമ്പ്സിനും അതുപോലെ തന്നെ എന്തിലൊക്കെയാണ്? ഗ്വേജസ്, റിമോട്ട് ഗ്വാഡ് പോസ്റ്റ്, അതുപോലെ ലൈറ്റ്നിങ് ഫോർ റോഡ് വേ, ബാറ്ററി ചാർജിങ്ങിലൊക്കെ അത് യൂസ് ചെയ്യും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ നോക്കുക ഓരോ പി വി സിസ്റ്റത്തിൻ്റെയും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് എന്താണ്? ഇലക്ട്രിസിറ്റി ഫോർ പാർക്കിംഗ് മീറ്റേഴ്സ്, ടെമ്പററി ട്രാഫിക് സൈൻസ്, എമർജൻസി ഫോൺസ്, റേഡിയോ ട്രാൻസ്മിറ്റേഴ്സ്, വാട്ടർ ഇറിഗേഷൻ പമ്പ്സ്, അതുപോലെ സ്ട്രീം ഫ്ലോ ഗേജ്, റിമോട്ട് ഗാർഡ് പോസ്റ്റ്, ലൈറ്റ്നിങ് ഫോർ റോഡ് വേ ആൻഡ് ബാറ്ററി ചാർജിങ്ങിലൊക്കെ നമ്മൾ ഏത് ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റാൻഡ് അലോൺ പി വി സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. അപ്പോൾ ബാറ്ററി ചാർജിങ്ങും സോളാർ വാട്ടർ പമ്പിങ്ങും ഒക്കെ എന്തിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്? നമ്മുടെ സ്റ്റാൻഡ് അലോൺ പി വി സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതുകൂടി നോക്കി പോവുക, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരാം. Question number 24. The ABC of basic life support are. ABC of basic life support എന്തിനൊക്കെയാണ്? ഓപ്ഷൻ എ എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ, ഓപ്ഷൻ ബി എയർവേ ബ്രിഡ്ജ് കനാൽ, ഓപ്ഷൻ സി ആക്ഷൻ ബ്രീത്തിങ് സർക്കുലേഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പോൾ എന്താണ് ABC? അത് ഏതിലാണ് വരുന്നത്? നമ്മുടെ ഫസ്റ്റ് എയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലേ? ഫസ്റ്റ് എയ്ഡിൽ വരുന്ന 3 കമ്പോണൻസ് ആണ് നമ്മുടെ എൻ്റെ ABC എന്ന് പറയുന്നത്. അതായത് എ പറഞ്ഞാൽ എയർവേ, ബി പറഞ്ഞാൽ ബ്രീത്തിങ്, സി പറഞ്ഞാൽ എന്താണ്? സർക്കുലേഷൻ അല്ലെങ്കിൽ എന്താണ്? കംപ്രഷൻ ആണ്. അപ്പോൾ മെയിൻ എയിം എന്താണ്? ഒരു ABCൻ്റെ മെയിൻ എയിം എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ വിക്ടിം അല്ലേ, അതായത് പ്രോപ്പർ വിക്ടിമിന് എന്താണ് ആ ഷോർട്ടസ്റ്റ് ടൈം പോസിബിൾ നമ്മൾ എന്താണ് അതിൽ കൊടുക്കുക, ABC ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് അല്ലേ. അതുപോലെ ടു റിസ്റ്റോർ ആൻഡ് മെയിൻറ്റെയിനിങ് വൈറ്റൽ ഫങ്ഷൻ ABC ഓഫ് ലൈഫ് സപ്പോർട്ട് ആർ ആൾവേസ് എ പ്രയോറിറ്റി. എയർവേ പറയുമ്പോൾ എന്താണ്? മസ്റ്റ് ബി ഓപ്പൺ സോ ദാറ്റ് എയർ കണ്ടെയ്നിങ് ഓക്സിജൻ മസ്റ്റ് എൻ്റർ ടു ദ ബോഡിയിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അതുപോലെ ബ്രീത്തിങ് മസ്റ്റ് ബി ടേക്ക് പ്ലേസ് സോ ഓക്സിജൻ പാസസ് ത്രൂ ദ lungs into the blood stream. അതുപോലെ എന്താണ്? the heart must circulate the oxygen carrying blood. അപ്പോൾ we can say ABC basic life supports are എന്തൊക്കെയാണ് അതിൽ വരുന്നത്? എയർവേ, ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ ആണ് വരുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ ആണ് അതിനകത്ത് വരുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. Question number 24. 5. Which of the following are the technique used in first aid? താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെ ടെക്നിക്സ് ആണ് നമ്മൾ ഫസ്റ്റ് എയ്ഡിൽ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഡ്രസ്സിങ്, ഓപ്ഷൻ ബി ബാൻഡേജ്, ഓപ്ഷൻ സി ട്രാൻസ്പോർട്ട് ടെക്നിക്, ഓപ്ഷൻ ഡി ആൾ ഓഫ് ദി എബോവ്. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കേസ് തന്നെയാണ് താഴെ തന്നിട്ടുള്ള ഏത് ടെക്നിക്കാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? എല്ലാം യൂസ് ചെയ്യും അല്ലേ? ആൾ ഓഫ് ദി എബോവ് ആണ്. അതായത് ഡ്രസ്സ് ചെയ്യും, ബാൻഡേജ് ചെയ്യും, ഫാസ്റ്റ് ഇവാക്വേഷൻ ടെക്നിക് പ്രൊവൈഡ് ചെയ്യും, ട്രാൻസ്പോർട്ടിംഗ് ടെക്നിക് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് എയ്ഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ആൾ ഓഫ് ദി എബോവ് ആണ്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് നന്നായി നോക്കി പോവുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ചെറിയ മൊഡ്യൂളാണ്. നമ്മൾ ബാറ്ററീസ് ഒക്കെ ചെറുതിൽ പഠിച്ചിട്ടുണ്ടല്ലേ? ബാറ്ററീസും അതിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റും അതിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നന്നായി പഠിച്ചു പോവുക. അതുപോലെ ബാറ്ററി സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, പാരലലായി കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. മാച്ച് ദ ഫോളോയിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് കേട്ടോ. അതുപോലെ തന്നെ സോളാർ സെൽ എടുക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻറ്റ് സോളാർ സെല്ലിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, സെമി കണ്ടക്ടർ മെറ്റീരിയൽ, എന്താണ് PV, അതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ വരെ നമുക്ക് ചോദിക്കാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാം കാരണം ചെറിയൊരു മൊഡ്യൂളാണ്. ആകെ കണ്ടന്റ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഫസ്റ്റ് എയ്ഡും അതിൽ യൂസ് ചെയ്യുന്ന ടോപ്പിക്കും അതുപോലെ ഇലക്ട്രിക് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രിവെൻഷൻ എടുക്കേണ്ടത്, ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് കൂടുതലായിട്ടും എക്സ്പെക്റ്റ് ചെയ്ത് വരാവുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായി നോക്കി പോവുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.